ഞാൻ ഭക്ഷണത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, അതിലുപരി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഞാൻ നല്ലോണം കഴിക്കും കേട്ടോ. അതൊക്കെ എൻ്റെ തടിയിൽ നല്ലോണം കാണുകയും ചെയ്യും കേട്ടോ. വേറെ എങ്ങോട്ടും പോലും ഒക്കെ എൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു നെയ്ച്ചോറും ചിക്കൻ കറി കേട്ടോ. ഇത് സംഭവം അന്നെൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു പൂതി കഴിക്കാൻ, നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാനൊരു പൂതി. അങ്ങനെ അച്ഛൻ ഉണ്ടാക്കി തന്നതാട്ടോ. പക്ഷേ ഇതിൻ്റെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിത്തു കരയും, ഞാൻ അങ്ങോട്ട് ഓടും. അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ വേറെ എന്തൊക്കെയോ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ പോയിട്ട് വീഡിയോ എടുക്കും. എന്തോ എനിക്ക് ആ വീഡിയോ ഇടണമെന്ന് തോന്നി കേട്ടോ. ഫുൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാൽ അത്യാവശ്യം ഉണ്ടേനും എനിക്ക് പക്ഷേ ഇടാനൊരു ആഗ്രഹം, അങ്ങനെ ഞാൻ ഇടുന്നതാട്ടോ. എന്ന് വെച്ചാൽ അച്ഛൻ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് ഉണ്ടാക്കുന്ന കുറച്ച് ആണുങ്ങൾ തന്നെ പറയാം. അച്ഛനാട്ടോ. എൻ്റെ അച്ഛന്, പിന്നെ എൻ്റെ വടകരയിൽ അച്ഛന്, എൻ്റെ ഹസ്ബൻഡ്, ബാലൂസ്, അവരൊക്കെ നല്ലോണം ഫുഡ് കഴിക്കുന്ന ആൾക്കാരും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരും കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ഇവർ മൂന്നാളും നല്ല അടിപൊളിയായിട്ട്. ഇപ്പം ചിക്കൻ്റെ ഐറ്റംസ് മാത്രമല്ല, നമ്മളെ നോർമൽ കറികളും, നോർമൽ മീൻ കറി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അല്ലാണ്ട് ചിലർ ബിരിയാണി അങ്ങനത്തെ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറേ കണ്ട്. പക്ഷേ അതിലുപരി ചിലപ്പം ഗൾഫിലൊക്കെ നിന്നത് കൊണ്ട്, അപ്പോൾ മൂന്നാളും ഗൾഫിൽ നിന്ന ആൾക്കാരാണ്, ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. കുറേ ആൾക്കാർ പറയുന്നേക്കാം, ഒരു വീട്ടിൽ ആണുങ്ങൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാൻ, ഒരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ പറയുന്ന കുറേ കളി എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ വെള്ളം തിളപ്പിക്കാനും കൂടി മര്യാദയ്ക്ക് അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടോ. എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയുന്ന മൂന്നാളുകളും എൻ്റെ തന്നെ കേട്ടോ. വടകരയിൽ അച്ഛനാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ബാലൂസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് വടകരയിൽ അച്ഛൻ്റെ ഒരു ചില്ലി ഉണ്ട് കേട്ടോ. അതെനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ക്രേവിങ്സ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിപ്പിച്ചടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പല ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കെട്ടിയോൻ്റെ ആണെങ്കിലും ഈ തീറ്റ ഭാഗ്യത്തിൽ മുട്ടില്ലാണ്ട് നിൽക്കുന്നത്.